ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ഇംപീഡൻസ് ട്രയാങ്കിൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതായിരുന്നു ഇംപീഡൻസ് ട്രയാങ്കിൾ OAB എന്ന് പറയുന്നത്. അതിൽ tan phi കണ്ടെത്തി. tan phi is equal to XL minus XC whole divided by capital R. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. ഇനി ഇംപീഡൻസിനുള്ള ഇക്വേഷൻ നമുക്ക് മുന്നേ കിട്ടിയതാണ്. ഒരു LCR സർക്യൂട്ട്, ഒരു സീരീസ് LCR സർക്യൂട്ട്, ആ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതിന് വിളിക്കുന്ന പേരാണ് ഇംപീഡൻസ്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ 2-3 സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. 3 കേസുകൾ നമുക്ക് ഡീൽ ചെയ്യണം. കേസ് 1, കേസ് 2, കേസ് 3. അതിൽ കേസ് 1-ൽ പറയുന്നത് XL ഈക്വൽ ടു XC എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും ഈക്വലായി വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനാണ് XL ഈക്വൽ ടു XC. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ tan phi-ലും അതേപോലെ തന്നെ Z ഇംപീഡൻസിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കറൻറ്റും EMFും തമ്മിലുള്ള ഫേസ് ആംഗിൾ? അതായത് tan phi-ലെ phi എന്ന് പറയുന്നത് EMF ഫേസറും കറൻറ്റ് ഫേസറും തമ്മിലുള്ള ആംഗിളാണ്, ഫേസ് ആംഗിളാണ്. Z എന്ന് പറയുന്നത് ഇംപീഡൻസ് ആണ്, LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസുമാണ്. കേസ് 1-ൽ പറയുന്ന XL ഈക്വൽ ടു XC എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ tan phi-ലും Z-ലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. Z ഈക്വൽ ടു എന്ത് സംഭവിക്കും? XL ഈക്വൽ ടു XC ആണെങ്കിൽ XL മൈനസ് XC 0 ആയിട്ട് പോകും. അങ്ങനെയെങ്കിൽ Z ഈക്വൽ ടു √R² പ്ലസ് 0 എന്ന് പറഞ്ഞു വരും. Z ഈക്വൽ ടു √R² പ്ലസ് 0, അതായത് √R². √R² Z ആണ്. സോ √R² R ആണ്. മൈ മിസ്റ്റേക്ക്, √R² R ആണ്. ദെൻ Z ഈക്വൽ ടു R എന്നും പറഞ്ഞു വന്നു. Z is equal to R. അങ്ങനെയെങ്കിൽ ആ LCR സർക്യൂട്ട്, സീരീസ് LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇംപീഡൻസ്, ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ റെസിസ്റ്റർ. അവിടെ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും വാനിഷ് ആയിപ്പോയി. XL ഈക്വൽ ടു XC എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. ഇംപീഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ റെസിസ്റ്റർ. ദാറ്റ് ഈസ് ഇംപീഡൻസ് ഈസ് മിനിമം. കാരണം LCR സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, ഒരു ഇൻഡക്ടർ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും, ഒരു കപ്പാസിറ്ററും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. XL ഈക്വൽ ടു XC ആണെങ്കിൽ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും സെയിം ആണെങ്കിൽ ആ രണ്ടുപേരും ആ ഇംപീഡൻസിൽ നിന്ന് വാനിഷ് ആയി പോകും. ബാക്കി ഇംപീഡൻസ് ഇസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, വിച്ച് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ഇംപീഡൻസ്. ഇതാണ് XL ഈക്വൽ ടു XC എന്ന് പറയുന്ന കണ്ടീഷൻ ഇംപീഡൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇനി അടുത്ത് നോക്കാം tan phi. tan phi is equal to XL minus XC by R ആണ്. XL minus XC by Rൽ XL ഈക്വൽ ടു XC ആണെങ്കിൽ 0/R വരും, അത് 0 തന്നെ. അതായത് tan phi is equal to 0. tan phi 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ phi ഈക്വൽ ടു 0 എന്നർത്ഥം. tan phi 0 ആണെങ്കിൽ ഫൈയുടെ ഒരു ചെറിയ വാല്യൂ എടുക്കുക, ഏറ്റവും മിനിമം വാല്യൂ എടുക്കുക, phi is equal to 0. tan 0 is equal to 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? phi ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? EMFും അതേപോലെ കറൻറ്റും, ഈ രണ്ട് പേരുടെയും ഫേസേഴ്സ്, ആ ഫേസേഴ്സ് തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു ഈ ഫൈ. അത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ EMFിൻ്റെ ഫേസറും കറൻറ്റിൻ്റെ ഫേസറും തമ്മിൽ യാതൊരുവിധ ഫേസ് ആംഗിളും ഇല്ല. രണ്ടുപേരും ഇൻ ഫേസ് ആണ്. കറൻറ്റിൻ്റെ ഫേസറും ഒരു EMFിൻ്റെ ഫേസറും ഒരേപോലെ ഇൻ ഫേസ് ആയി, അതായത് ഫേസ് ആംഗിൾ 0, ഇൻ ഫേസ് ആയി പോകുന്ന സിറ്റുവേഷൻ ഏതായിരുന്നു? AC ത്രൂ റെസിസ്റ്റർ ഓൺലി. അതായത് ഈ LCR സർക്യൂട്ട് ഏത് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും? പ്യുവർലി
റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ശരിക്കും അവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. പക്ഷേ ചെറിയൊരു കാര്യം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് XL ഈക്വൽ ടു XC ആണ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള ഇംപീഡൻസ് മിനിമം ആയിരിക്കും. അതുപോലെ തന്നെ ആ LCR സർക്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. അതിന് കാരണം ഇതാണ്, ഫേസ് ആംഗിൾ EMFും കറൻറ്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ 0 ആണ്. ഫേസ് ആംഗിൾ 0 ആകുന്നത് ഒരു കണ്ടീഷനിലേ ഉള്ളൂ, ആ സർക്യൂട്ട് റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റീവ് സർക്യൂട്ടിൽ EMFും കറൻറ്റും ഇൻ ഫേസ് ആണ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ EMF ലീഡ് ചെയ്യുന്നു, കറൻറ്റ് ലാഗ് ചെയ്യുന്നു. കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറൻറ്റ് ലീഡ് ചെയ്യുന്നു, EMF ലാഗ് ചെയ്യുന്നു. ഇവിടെ ആദ്യത്തെ കണ്ടീഷനാണ് എടുക്കേണ്ടത്. ഇൻ ഫേസ് ആണ്, EMFും കറൻറ്റും ഇൻ ഫേസ് ആണ്. അത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഏത് സർക്യൂട്ടാണ്? റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഇവിടെ XL ഈക്വൽ ടു XC കൊടുത്തപ്പോൾ ഫേസ് ആംഗിൾ 0 കിട്ടി. അതായത് ദിസ് LCR സർക്യൂട്ട് ഈസ് സേ ടു ബി പ്യുവർലി റെസിസ്റ്റീവ്. ഇതാണ് നമ്മുടെ കേസ് 1, XL ഈക്വൽ ടു XC. നിങ്ങൾ tan ഫൈയുടെ ഇക്വേഷനിലും ഇസഡിൻ്റെ ഇക്വേഷനിലും XL ഈക്വൽ ടു XC എന്ന് കൊടുക്കുക. ഇംപീഡൻസിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇംപീഡൻസ് ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടും. അത് ഇംപീഡൻസ് മിനിമം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ tan ഫൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് EMFും കറൻറ്റും ഇൻ ഫേസ് ആണ്, അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഫേസ് ആംഗിളും ഇല്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ്. അതായത് ഈ LCR സർക്യൂട്ടിനെ നമുക്ക് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. കേസ് 2, XL ഈസ് ഗ്രേറ്റർ ദാൻ XC. അതായത് ഒരു ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനേക്കാളും കൂടുതലാണ്. XL ഈസ് ഗ്രേറ്റർ ദാൻ XC. കേസ് 1 എന്തായിരുന്നു? XL ഈക്വൽ ടു XC ആയിരുന്നു. അതായത് ആ LCR സർക്യൂട്ട് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഇംപീഡൻസ് മിനിമം ആയിരുന്നു, Z ഈക്വൽ ടു R എന്നാണ് കിട്ടിയത്. കേസ് 2വിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആര് ലീഡ് ചെയ്യും, ആര് ലാഗ് ചെയ്യും. കേസ് 1ൽ ആരും ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ആരും ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. tan ഫൈ നമുക്ക് 0 ആയിട്ടാണ് കിട്ടിയത്. അതായത് ഫൈ ഈക്വൽ ടു 0 ആയിട്ടാണ് കിട്ടിയത്. ആരും ലീഡ് ചെയ്യുന്നില്ല, ആരും ലാഗ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ LCR സർക്യൂട്ടിനെ നമ്മൾ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്നാണ് വിളിച്ചത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പോലെ തന്നെയാണോ, ആരും ലീഡ് ചെയ്യുന്നില്ല, ആരും ലാഗ് ചെയ്യുന്നില്ല എന്നുള്ള കണ്ടീഷനാണോ, അതോ ആരെങ്കിലും ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കാം. tan ഫൈ ഈസ് ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡഡ് ബൈ R. കേസ് 2വിൽ XL ഈസ് ഗ്രേറ്റർ ദാൻ XC. അതായത് ന്യൂമറേറ്റർ XL മൈനസ് XC, അതിൽ XL വലുതാണ് XCയേക്കാൾ. നമ്മൾ എങ്ങനെയൊക്കെ R ഒരിക്കലും നെഗറ്റീവും ആകില്ല. അങ്ങനെയെങ്കിൽ ന്യൂമറേറ്റർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഡിനോമിനേറ്ററും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. tan ഫൈ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. tan ഫൈ ഈസ് പോസിറ്റീവ്. അതായത് ഈ ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ, അതല്ലെങ്കിൽ tan ഫൈ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ tan ഫൈ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ വരണമെങ്കിൽ ഇതിപ്പോൾ കറൻറ്റിൻ്റെ ഫേസറാണ്. ഞാനൊരു ഇക്വേഷനിലേക്ക്, ആ ഒരു ഫേസർ ഡയഗ്രത്തിലേക്ക് നമ്മൾ മടങ്ങി പോവുക. ഇത് ഇംപീഡൻസ് ട്രയാങ്കിളാണ് എങ്കിൽ കൂടി നമ്മൾ ഈ ഒരു ഇംപീഡൻസ് ട്രയാങ്കിളിനെ നമ്മുടെ ഫേസർ ഡയഗ്രവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താം. ഈ OA എന്ന് പറയുന്നത് ആയിരുന്നു നമ്മുടെ കറൻറ്റിൻ്റെ ഫേസറിൻ്റെ ഡയറക്ഷൻ. OA ശരിക്കും OA എന്ന് പറയുന്നത് VR ആണ്. പക്ഷേ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആര് പോയിക്കൊണ്ടിരുന്നത്? IR, IL, IC. അപ്പോൾ ഇതായിരുന്നു കറൻറ്റിൻ്റെ ഫേസർ. ഈ OB ആയിരുന്നു EMFൻ്റെ, റിസൾട്ടൻറ്റ് EMFൻ്റെ ഫേസർ. ഇവർ തമ്മിലുള്ള ആംഗിൾ ആയിരുന്നു ഫൈ. ഇവിടെ tan ഫൈ പോസിറ്റീവ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ കറൻറ്റ് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും, IR, IC, IL ഇങ്ങനെ തന്നെയാണ്. tan ഫൈ പോസിറ്റീവ് ആകണമെങ്കിൽ അതിൻ്റെ മുന്നിൽ ആര് പോകണം? EMF പോകണം. ഫൈ ആംഗിളിൽ കൂടി EMF പോകണം. എങ്കിൽ മാത്രമേ tan ഫൈ പോസിറ്റീവ് ആവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു OBയെ താഴേക്ക് വരയ്ക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും കറൻറ്റ് ലീഡ് ചെയ്യുന്നു, EMF ലാഗ് ചെയ്യുന്നു. ആ കേസിൽ tan ഫൈ നെഗറ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ കേസ് 2വിൽ XL ഗ്രേറ്റർ ദാൻ XC ആണ്, tan ഫൈ പോസിറ്റീവ് ആണ്. അതായത് കറൻറ്റ് ഫേസർ നമ്മളിവിടെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. EMFൻ്റെ ഫേസർ മുകളിലാണെങ്കിൽ മാത്രമേ tan ഫൈ പോസിറ്റീവ് ആവുകയുള്ളൂ. അതായത് കറൻറ്റ് ഇവിടെ ലാഗ് ചെയ്യുകയും EMF ഇവിടെ ലീഡ് ചെയ്യുകയും ചെയ്യും. നോക്കാം നമുക്ക്. സോ EMF ഈസ് എഹെഡ്, മുന്നിലാണ്, ഓഫ് കറൻറ്റ് ബൈ എ ഫേസ് ആംഗിൾ ഫൈ.
അങ്ങനെയെങ്കിൽ നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം, ഈ തരത്തിൽ കൺക്ലൂഡ് ചെയ്യാം, ദ ഇ എം എഫ് ഈസ് ലീഡിങ് ആൻഡ് ദ കറൻറ്റ് ഈസ് ലാഗിങ് വിത്ത് ആൻ ആംഗിൾ ഫൈ. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എന്താ? നമ്മുടെ ഇ എം എഫ് ലീഡ് ചെയ്യുകയും കറൻറ്റ് ലാഗ് ചെയ്യുകയും വരുന്ന ഒരു സിറ്റുവേഷൻ ഏതായിരുന്നു? പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. അതായത് ഈ എൽ സി ആർ സർക്യൂട്ടിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ദിസ് എൽ സി ആർ സർക്യൂട്ട് ഈസ് സെഡ് ടു ബി പ്യുവർലി ഇൻഡക്റ്റീവ്. ടാൻ ഫൈ പോസിറ്റീവ് ആയതുകൊണ്ട് ഇ എം എഫിൻ്റെ ഫേസർ എപ്പോഴും കറൻറ്റിൻ്റെ ഫേസറിനേക്കാൾ മുന്നിലായിരിക്കും. എങ്കിലാണ് നമ്മളിവിടുത്തെ ഫൈ കണ്ടെത്തി ടാൻ ഫൈ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് വരുള്ളൂ. ഇ എം എഫ് മുന്നിൽ പോവുകയും കറൻറ്റ് പിന്നിൽ വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇൻഡക്ടറിൻ്റെ സിറ്റുവേഷനിലാണ്. എ സി ത്രൂ ഇൻഡക്ടർ ഓൺലി. അവിടെ നമ്മൾ പഠിച്ചത് ഇ എം എഫ് ലീഡ് ചെയ്യുന്നു, കറൻറ്റ് ലാഗ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ എൽ സി ആർ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാൻ ഫൈ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഇ എം എഫ് ലീഡ് ചെയ്യുന്നു, കറൻറ്റ് ലാഗ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ എൽ സി ആർ സർക്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കാം. ഇനി കേസ് 3 ആണ്. എക്സ് എൽ ഈസ് ലെസ് ദാൻ എക്സ് സി. അതായത് നമ്മുടെ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് അതാണ് എക്സ് എൽ, അത് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനേക്കാളും കുറവാണ്. എക്സ് എൽ ഈസ് ലെസ് ദാൻ എക്സ് സി. ഈ ഒരു കേസിൽ നമുക്ക് ഇ എം എഫ് ലീഡ് ചെയ്യുന്നുണ്ടോ അതോ ലാഗ് ചെയ്യുകയാണോ, അതുമല്ല ഇ എം എഫും കറൻറ്റും ഇൻ ഫേസ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതിയിരിക്കുന്നു, ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ. കണ്ടീഷൻ ഇതായിരുന്നു, എക്സ് എൽ ഈസ് ലെസ് ദാൻ എക്സ് സി. അതായത് ന്യൂമറേറ്ററിലത്തെ ആദ്യത്തെ ടേമായിട്ടുള്ള എക്സ് എൽ രണ്ടാമത്തെ ടേമിനേക്കാളും ചെറുതാണ്. എക്സ് എൽ മൈനസ് എക്സ് സിയിൽ എക്സ് എല്ലും എക്സ് സിയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സ് എൽ എക്സ് സിയേക്കാളും ചെറുതാണ്. ന്യൂമറേറ്റർ അപ്പോൾ നെഗറ്റീവ് വരും. റെസിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവുകയില്ല. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ എ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ടാൻ ഫൈ നെഗറ്റീവാണ്. ടാൻ ഫൈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫിൻ്റെ ഫേസർ കറൻറ്റിൻ്റെ ഫേസറിൻ്റെ താഴെ വരണം. ഈ കറൻറ്റിൻ്റെ ഫേസർ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു, ഐ ആർ, ഐ സി, ഐ എൽ, അത് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടാൻ ഫൈ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യം ഇ എം എഫ് കറൻറ്റിൻ്റെ ഫേസറിനേക്കാളും മുകളിലാണെന്നാണ്. ഈ ഒരു കേസിൽ ടാൻ ഫൈ നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം കറൻറ്റിൻ്റെ ഫേസറിനേക്കാളും താഴെയാണ് ആര് നിൽക്കുന്നത്? ഇ എം എഫിൻ്റെ ഫേസർ നിൽക്കുന്നത്. അങ്ങനെ നിന്നാൽ മാത്രമേ ടാൻ ഫൈ എന്തായിരിക്കുള്ളൂ? നെഗറ്റീവ് ആയിരിക്കുള്ളൂ. അതായത് ക്വാഡ്രൻറ്റ് മാറി, 1, 2, 3, 4 എന്ന് പറഞ്ഞ ക്വാഡ്രൻറ്റിൽ 4th ക്വാഡ്രൻറ്റിലായിരിക്കും ആര് വരിക? നമ്മുടെ ഇ എം എഫിൻ്റെ ഫേസർ വരിക. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറൻറ്റിൻ്റെ ഫേസർ ആണെങ്കിൽ അതിൻ്റെ താഴെ മാത്രമേ, ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു രീതിയിലായിരിക്കും ആര് വരിക? ഇ എം എഫിൻ്റെ ഫേസർ വരിക. എങ്കിൽ മാത്രമാണ് ടാൻ ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടുകയുള്ളൂ. ടാൻ ഫൈ നെഗറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സോ ദ കറൻറ്റ് ഈസ് എഹെഡ് ഓഫ് ഇ എം എഫ് ബൈ ഫേസ് ആംഗിൾ ഫൈ. അതായത് ഇവിടെ കറൻറ്റാണ് ലീഡ് ചെയ്യുന്നത്, ഇ എം എഫ് താഴെയാണ് വരിക, ഇ എം എഫ് ലാഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ കറൻറ്റ് ലീഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ ഫൈയുമാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ കറൻറ്റ് ഈസ് എഹെഡ് ഓഫ് ഇ എം എഫ് ബൈ ഫേസ് ആംഗിൾ ഫൈ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഏതായിരുന്നു? കറൻറ്റ് ലീഡ് ചെയ്യുകയും ഇ എം എഫ് ലാഗ് ചെയ്യുകയും ചെയ്തിരുന്ന സിറ്റുവേഷൻ ഏതായിരുന്നു? കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് കടന്നു പോകുമ്പോൾ അവിടെ കറൻറ്റ് ലീഡ് ചെയ്യുകയും ഇ എം എഫ് ലാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക് എൽ സി ആർ സർക്യൂട്ടിലും കിട്ടിയിരിക്കുന്നത്. കറൻറ്റ് ലീഡ് ചെയ്യുന്നു, ഇ എം എഫ് ലാഗ് ചെയ്യുന്നു. അതായത് ഈ എൽ സി ആർ സർക്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കാം. ദിസ് എൽ സി ആർ സർക്യൂട്ട് ഈസ് സേ ടു ബി പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. അതായത് ടാൻ ഫൈ കണ്ടെത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഫൈ നെഗറ്റീവ് ആണെന്ന് കിട്ടി. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇ എം എഫിൻ്റെ ഫേസർ കറൻറ്റിൻ്റെ ഫേസറിൻ്റെ താഴെ വരണം. അതായത് കറൻറ്റ് ലീഡ് ചെയ്യുന്നു, ഇ എം എഫ് ലാഗ് ചെയ്യുന്നു. അങ്ങനെ വരണമെങ്കിൽ, അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ, ഇ എം എഫ് ലാഗ് ചെയ്യുകയും
കറണ്ട് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു. എ സി ത്രൂ കപ്പാസിറ്റർ ഓൺലി. ആ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചു അവിടെ EMF ലാഗ് ചെയ്യുന്നു, കറണ്ട് ലീഡ് ചെയ്യുന്നു. ഇവിടെയുള്ള LCR സർക്യൂട്ടിലും എങ്ങനെ വന്നു? കറണ്ട് ലീഡ് ചെയ്യുന്നു, EMF ലാഗ് ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷൻ വന്നു. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, XL ഈസ് ലെസ് ദാൻ XC. അല്ലെങ്കിൽ തിരിച്ച് പറയാം, XC ഈസ് ഗ്രേറ്റർ ദാൻ XL എന്നും പറയാം. അങ്ങനെയെങ്കിൽ അവിടെ tan phi നെഗറ്റീവാണ്, കറണ്ട് ലീഡ് ചെയ്യുന്നു, EMF ലാഗ് ചെയ്യുന്നു. ആ LCR സർക്യൂട്ടിനെ നമുക്ക് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് വിളിക്കാനായി സാധിക്കും.